ഹായ് ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ലാസ്റ്റ് എപ്പിസോഡ് എൻഡ് ആയിരുന്നത് വാങ്ങാണെങ്കിൽ ലിന്നിൻ്റെ വീട്ടിലേക്ക് വാടകയ്ക്ക് ചെല്ലുന്ന ആ ഒരു സീനിലായിരുന്നു. തുടർന്ന് എന്താ നടന്നതെന്ന് അറിയുവാനായിട്ട് ഈ വീഡിയോ മുഴുവൻ കാണുക. നിങ്ങളുടെ സ്വന്തം ഷട്ടപ്പ് ഡ്രാമാസ്. തുടർന്ന് കാണിക്കുന്ന ലിന്നാണെങ്കിൽ ആ കോമ്പറ്റീഷനെ പറ്റി ഇങ്ങനെ ആലോചിക്കുവാണ്. എന്തിനു ചെയ്യും, എങ്ങനെയുണ്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പോലും പുള്ളിക്കാർക്ക് വലിയ ധാരണയൊന്നുമില്ല. കാരണം ഫുട്ബോളിനെ പറ്റി വലിയ അറിവൊന്നും പുള്ളിക്കാരിക്കില്ല. എങ്കിലും ഈ ഡ്യൂട്ടി നമുക്ക് തന്നതല്ലേ, അത് കംപ്ലീറ്റ് ചെയ്യാമെന്ന് പുള്ളിക്കാരി എന്നെ അങ്ങ് തീരുമാനിക്കുവാണ്. അതുകൊണ്ട് തന്നെ നാളെ ആ പിള്ളേരെല്ലാം കൂടെ ഒന്ന് കണ്ട് അവരെങ്ങനെയാണോ തീരുമാനിക്കുന്നത് അതനുസരിച്ച് മുന്നോട്ട് പോകാമെന്നുള്ള രീതിയിൽ അവൾ തീരുമാനിക്കുവാണ്. അങ്ങനെ ഫൂ എന്ന് പറഞ്ഞ ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന ഫുട്ബോൾ ടീമിൻ്റെ ക്യാപ്റ്റനായിട്ട് കോൺടാക്ട് ചെയ്ത് അവരുടെ പിള്ളേരെല്ലാം കൊണ്ടുവരാനായിട്ട് പറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവൾ തിരിച്ച് ക്ലാസ്സിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും ഫൂ മാത്രമേ ഉള്ളൂ, ബാക്കി ആരും കണ്ടില്ല. അപ്പോഴത്തേക്കും ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും പതുക്കെ വരുന്ന പുള്ളിക്കാരൻ പറയുകയാണ് ചെയ്യുന്നത്. ഇതേ സമയത്താണെങ്കിൽ ഒരാൾ സ്കേറ്റ് ബോർഡിൽ വരുന്നുണ്ട്. ഇതിൻ്റെ പേരാണ് വെൻ. സോ വെന്ന് വരുന്ന കണ്ട ഉടനെ തന്നെ വെന്നോട് ഫു ഹായ് ഒക്കെ പറഞ്ഞു. ഇവനാണെങ്കിൽ ഈ സ്കൂളിലേക്ക് ഓൾറെഡി ട്രാൻസ്ഫർ ആയിട്ട് വന്ന ഒരാളായിരുന്നു. ഇവിടെ ഓൾറെഡി പഠിച്ചുകൊണ്ടിരുന്ന ഒരു സ്റ്റുഡൻറ്റിന് മാറിപ്പോയ സമയത്ത് പുതിയതായിട്ട് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയിട്ട് വരികയും അവൻ ഇവിടെ ഫുട്ബോൾ ടീമിൽ ജോയിൻ ചെയ്യുകയും ചെയ്ത ആളായിരുന്നു വെന്ന്. വെന്നിനോട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോലെ സംസാരിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും വെന്നിനാണെങ്കിൽ എന്നൊക്കെ എന്നെ പരിചയമുണ്ടോ, നമ്മളോട് സംസാരിച്ചിട്ടില്ല എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അതൊന്നും ഇല്ല, പക്ഷെ നീ ഭയങ്കര ഫേമസ് ആണ്, നിൻ്റെ ലുക്കും അതുപോലെ തന്നെ ഈ സ്കേറ്റ് ബോർഡിലൊക്കെ പോകുന്നത് പെൺകുട്ടികളുടെ ഇടയിൽ ഭയങ്കര ഫേമസ് ആണെന്നൊക്കെ ഈ ഫൂ പറയുന്നുണ്ട്. സോ വെന്നു ആണെങ്കിൽ അവിടെ പോയി ഇരിക്കുവാണ്. ശേഷം വെൻ എന്തോ ഫ്ലാഷ് ബാക്ക് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. ഫ്ലാഷ് ബാക്കിലാണെങ്കിൽ ആ രണ്ട് ചെറുക്കന്മാരിരിക്കുന്നതൊക്കെ ആയിട്ടാണ് അവനിങ്ങനെ ആലോചിക്കുന്നത്. ഒരു ചെറുക്കൻ്റെ ആണെങ്കിൽ കയ്യിൽ ഒരു ജസ്റ്റ് ഒരു കീ ചെയിൻ ഉള്ളതായിട്ടും കാണിക്കുന്നുണ്ട്. ഈ സെയിം കീ ചെയിൻ ആണെങ്കിൽ ഫൂവിൻ്റെ കയ്യിലുണ്ട്. സോ അതായത് വെന്നിനും ഫൂവും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട്. പക്ഷേ ഫൂവിന് അത് അറിയത്തില്ല എന്ന് നമുക്ക് തോന്നുന്നു. നമുക്ക് തുടർന്ന് കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാകുമായിരിക്കും. അങ്ങനെ കുറേ നേരം ഒരു വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ബാക്കിയുള്ള എല്ലാ ആൾക്കാരും എത്തുവാണ്. ഇപ്പോൾ ചെന്നും കിന്നും ഒക്കെ എല്ലാവരും ഇങ്ങനെ എത്തുവാണ് ചെയ്യുന്നത്. ശേഷമാണെങ്കിൽ അവരോട് കാര്യങ്ങളൊക്കെ ഇവിടെ പറയുവാണ്. ഇതിനിടയ്ക്ക് വെന്നുമായിട്ട് കുറേ ഇടങ്ങൾ വഴക്കുണ്ടാക്കുകയും ശേഷം വെന്നാണെങ്കിൽ അവിടുന്ന് ദേഷ്യപ്പെട്ട് ഇറങ്ങി പോവുകയും ചെയ്യുന്ന കാണിക്കുന്നുണ്ട്. തുടർന്ന് കളിക്കുന്ന ലിന്നാണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ മത്സരങ്ങളെ പറ്റിയുള്ള കാര്യങ്ങൾ പറയുകയാണ്. അത് ഇന്നുപോലൊരു കോമ്പറ്റീഷൻ ഉണ്ട്, നിങ്ങളെ വീണ്ടും ഫുട്ബോളിലേക്ക് കൊണ്ടുവരാനായിട്ട് ഈ സ്കൂൾ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ ഞായറാഴ്ചയാണ് മത്സരം, അപ്പോൾ നിങ്ങളെല്ലാവരും എത്തണം എന്നൊക്കെ പറയുവാണ്. ഇതേ സമയത്ത് ഏത് സ്കൂളാണ് എതിരെന്നവർ ചോദിക്കുമ്പോൾ സ്കൂളിൻ്റെ പേര് പറയുമ്പോൾ ഇവർക്കെതിരെ ജയിക്കാനും നമുക്ക് പറ്റത്തേ ഇല്ല. ഈ മിക്ക സമയങ്ങളിലും ഇവർ ചാമ്പ്യൻഷിപ്പ് കളിച്ചിട്ടുള്ളതാണ്, അതൊന്നും നടക്കുന്ന കാര്യമില്ലെന്ന് പറയുവാണ്. എന്തായാലും നമ്മൾ തോറ്റു പോകും, പിന്നെ വെറുതെ എന്തിനാ അവിടെ വരെ പോകണമെന്ന് ചോദിക്കുകയാണ്. കളി തുടങ്ങിയില്ല, അതിനു മുന്നേ നിങ്ങൾ തോക്കുന്നൊക്കെ തീരുമാനിച്ചു എന്ന് ചോദിക്കുകയാണ്. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒരു ധാരണ ഇല്ലാത്തതാണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ എന്തായാലും ഈ കളി ജയിക്കാനായിട്ട് പോകുന്നില്ല, ചുമ്മാ അവിടെ വരെ നാണം കെട്ട് പോകേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞിട്ട് ഇവന്മാരെല്ലാം കൂടെ ഇറങ്ങിപ്പോവാണ്. ഈ സമയത്താണെങ്കിൽ അവൾ പറയുന്നുണ്ട്, നിങ്ങൾ ഇറങ്ങിപ്പോകുന്നതിന് എനിക്കൊരു കാര്യം പറയാനുണ്ട്, നിങ്ങൾ ആരെയും കളിക്കാൻ വന്നില്ല അവർക്ക് ഞങ്ങൾ പിയിൽ ഫെയിലാക്കും, അതായത് PT പീരീഡ് അതിൽ അവർ ഫെയിലാക്കും പുള്ളിക്കാർ പറയുകയാണ് ചെയ്യുന്നത്. ഇത് കേട്ടതും അവരാണെങ്കിൽ എന്നാൽ പിന്നെ ഫെയിലാക്കിക്കുമെന്നും പറഞ്ഞിട്ട് അത് വലിയ കാര്യം പോലെ ആക്കാതെ ഇറങ്ങിപ്പോവാണ്. ഇത് കേട്ടതും ഫൂ ആണ് പറയുന്നത്, അവന്മാരെയൊക്കെ എല്ലാ സബ്ജക്റ്റിലും തോറ്റ് കിടക്കുന്നതാണ്, ഇപ്പോൾ ഒരു സബ്ജക്റ്റിൽ എക്സ്ട്രാ തോറ്റെന്നും വെച്ചൊന്നും അവർക്ക് ആർക്കും ഒരു പ്രശ്നമൊന്നുമില്ല, അതുകൊണ്ട് അത് പറഞ്ഞൊന്നും എന്തായാലും അവന്മാരെ കളിപ്പിക്കാനൊന്നും പറ്റില്ല. എന്തായാലും ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്ന് അവന്മാരോട് സംസാരിച്ച് നോക്കട്ടെ, സമ്മതിക്കുവാണെങ്കിൽ കളിക്കാൻ പോകുന്നൊക്കെ പറഞ്ഞിട്ട് ഫൂ ആണെങ്കിൽ അവിടുന്ന് പോവുകയാണ് ചെയ്യുന്നത്. ശേഷം കാണിക്കുന്ന കിന്നറിൻ്റെ ക്ലാസ്സിലേക്ക് ചെല്ലുവാണ്. ക്ലാസ്സിൽ നിങ്ങൾ ഓരോ സംസാരിക്കുന്നിടയിൽ ഇവൻ്റെ ഡെസ്കിലാണെങ്കിൽ ആരോ ഒരു ചെറിയ ഗിഫ്റ്റ് ബോക്സ് വെച്ചേക്കാണ് കാണുവാണ്. അപ്പോൾ ഇത് കണ്ട ഉടനെ ഇവൻ്റെ ക്ലാസ്സിലെ ഏറ്റവും ഭംഗിയുള്ള ഒരു ക്ലാസ് കൂട്ടി എന്നൊക്കെ പറയണ അവിടുത്തെ ഏറ്റവും കൂടുതൽ പഠിക്കുന്ന ഒരു പെങ്കൊച്ചുണ്ട്. സോ ഇത് അവൾ വെച്ചതാണ്, എനിക്ക് ഉറപ്പാണ്, അവൾക്ക് എന്നെ ഇഷ്ടമെന്നൊക്കെ ഇവനാണ് ഈ കൂടുള്ള ഫ്രണ്ടിനോട് പറയുകയാണ്. ഈ കൂടുള്ള ഫ്രണ്ടിൻ്റെ പേര് ലിന്നെന്നാണ്. ഇവരൊരു ഫുട്ബോൾ കളിക്കുന്ന ആളാണ്. സോ ലിന്നിനോട് പറയുമ്പോഴത്തേക്കും ലിന്ന് പറയാം, നിനക്ക് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടോ, എങ്കിൽ എനിക്ക് അങ്ങനെ ഇതുവരെ തോന്നിയിട്ടില്ല, അവൾ നിന്നെ അങ്ങനെ നോക്കിയിട്ടുണ്ടോ, എനിക്ക് ഫീൽ ചെയ്തിട്ടെന്ന് പറയുകയാണ്. അല്ലെങ്കിൽ പിന്നെ ഗിഫ്റ്റ് ആര് കൊണ്ടുവച്ചാണ്, ഇത് അവൾ തന്നെ കൊണ്ടുവച്ചാണ്, എനിക്ക് ഉറപ്പാന്ന് പറയുകയാണ്. എങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് അങ്ങോട്ട് ചോദിക്കാമെന്ന് പറഞ്ഞു. അതെങ്ങനെയാണ് ചോദിക്കുന്നത്, ആരും അറിയാതെ കൊണ്ടുവച്ച സാധനം എങ്ങനെയാണ് ചോദിക്കാനൊക്കെ ചോദിക്കുകയാണ്. സമയത്താണെങ്കിൽ ഇവരാണെങ്കിൽ അതായത് ലിന്നാണെങ്കിൽ ആ ക്ലാസ് മീറ്റിനെ വിളിച്ചിട്ട് ഇതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് ചോദിക്കുകയാണ്. അതായത് നമ്മുടെ കിന്നെ പറ്റി. ഇപ്പോൾ കിന്നിന് ഇത് കണ്ടോടനെ നാണം വരുവാണ്. അതായത് നമ്മുടെ കിന്നിന് അവളുടെ അടുത്ത് ചെറിയൊരു ക്രഷ് ഉണ്ട്. അപ്പോഴത്തേക്ക് ഇവന് ചെറിയ നാണമൊക്കെ വരുവാണ്. ഈ സമയത്ത് എനിക്ക് പൊട്ടിച്ചൊരു അഭിപ്രായം എന്നും പറഞ്ഞ് അവൾ കണ്ടിന്യൂ ചെയ്ത് പഠിക്കാനായിട്ട് തോന്നുകയാണ്. ഇതേ സമയത്ത് ലിന്നാണെങ്കിൽ ഇവനെ കളിയാക്കുന്നുണ്ട്. ശേഷമാണെങ്കിൽ അവനെ ഗിഫ്റ്റ് ബോക്സ് ഇങ്ങനെ തുറന്നു നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിനക്ക് ഉറപ്പാണ് അവൾ തന്നെ തന്നതെന്ന്, പിന്നെ എനിക്ക് ഉറപ്പില്ലെന്നും പറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിനകത്ത് കണ്ട എന്തോ നോട്ട് കാണുമ്പോൾ അവന് മനസ്സിലായി ഇത് അവൾ വെച്ച സാധനമല്ല, ഇത് വേറെ ആരോ കൊണ്ട് വെച്ചാന്നുള്ള കാര്യം. ശേഷമാണെങ്കിൽ അവൻ ലിന്നിൻ്റെ അടുത്തേക്ക് ചെല്ലുവാണ്. എന്നിട്ട് നിങ്ങളല്ലേ ഇതെൻ്റെ ടേബിളിൽ കൊണ്ട് വെച്ചെന്ന് ചോദിക്കുകയാണ്. ഞാൻ കൊണ്ട് വെച്ചെന്നു, ഇതെന്ത് സാധനം എന്ന് ചോദിക്കുകയാണ്. അതിനകത്ത് കുറേ നോട്ട് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ഉടനെ എന്നെ പെട്ടെന്ന് തോറ്റു കൊടുക്കരുത്, നിങ്ങൾ എന്തായാലും പരിശ്രമിക്കണം, എങ്കിൽ മാത്രമേ വിജയിക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ്
പ്ലസ് ഇവളുടെ ഒരു ഫോൺ നമ്പറും കൂടെ വെച്ചിട്ടുണ്ട്. ഈ സമയത്താണെങ്കിൽ ഞാൻ എങ്ങനെ കൊണ്ട് വെച്ചതെന്ന് നീ പറയുന്നത്? നിങ്ങളൊക്കെ പോയതിന് ശേഷമല്ല ഞാൻ ആ ക്ലാസ്സിൽ നിന്ന് പോയത്. അതിന് ശേഷം ഓടി വന്ന് നിൻ്റെ ക്ലാസ് റൂമിൽ കൊണ്ട് വെക്കുമോ? എന്തെങ്കിലും കുറച്ച് ബുദ്ധിപൂർവ്വമായിട്ട് പറ. അത് മാത്രമല്ല, ഞാൻ എൻ്റെ സ്കൂളിൽ എല്ലായിടത്തും എ ഗ്രേഡും ക്ലാസ് റാങ്കൊക്കെ മേടിച്ചാണ്. എനിക്ക് എന്തെങ്കിലും കാര്യം പറയുകയാണെങ്കിൽ ഞാൻ നേരിട്ട് പറയത്തേ ഉള്ളൂ, അല്ലാതെ എനിക്കിങ്ങനെ എഴുതി വെക്കേണ്ട ആവശ്യമില്ലെന്ന് പറയണം. അത് സമയത്താണെങ്കിൽ കൃത്യം ചെന്നുവാണെങ്കിൽ ഒരു കാർഡ് ഇട്ടിട്ട്, അതായത് ഇവരുടെ ഫുട്ബോൾ എക്യുപ്മെൻറ്റ്സ് ഒക്കെ എടുക്കണമെങ്കിൽ ഒരു കാർഡ് കിട്ടുമെന്ന് പറഞ്ഞില്ല, എന്തോരം വെള്ളം എടുക്കാൻ പറ്റുന്ന രീതിയിൽ. അപ്പോൾ ആ കാർഡ് ഈ കാർഡ് തന്നിട്ട് നിങ്ങളുടെ പ്ലോപ്പിച്ച് ടീമിലേക്ക് എടുക്കാനുള്ള നോക്കുകയാണെന്ന് ചോദിക്കുകയാണ്. ഈ സമയത്താണെങ്കിൽ ഞാൻ ആ കാർഡ് തന്നിട്ടില്ല, ഈ ഗിഫ്റ്റ് തന്നിട്ടില്ല, എനിക്കറിയില്ല ഇത് ആരാ തന്നെന്ന്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും കുറേ ഇങ്ങനെ ക്ലൂസ് ഒക്കെ കാണുമ്പോഴത്തേക്കും കുറേ പേർ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കിട്ടിയ എല്ലാവരുടെ കൂടെ ഇത് വെച്ചിട്ട് ക്ലൂസ് കാണുമ്പോൾ ഇതൊരു പസിലാന്നുള്ള കാര്യം ഏകദേശം ചെറുക്കന്മാർക്ക് മനസ്സിലാക്കുവാണ്. ശേഷമാണെങ്കിൽ എന്നോട് ഹെൽപ്പ് ചോദിക്കുകയാണ്. നിങ്ങൾ എന്തായാലും റാങ്കൊക്കെ വാങ്ങിച്ച ആളല്ലേ, നിങ്ങൾ ഈ പസിലൊന്ന് കംപ്ലീറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാൻ പറയുകയാണ്. ആദ്യം അവൾ പറ്റില്ലെന്ന് പറയുകയാണെങ്കിൽ പിന്നെ ആണെങ്കിൽ അവളും കൂടെ കൂടുവാണ്. അങ്ങനെ അവസാനം ലാസ്റ്റ് ഒരു ക്ലൂ കൂടെ വേണം അത് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ. പക്ഷെ ഇത് ആരുടെ കയ്യിലായിരിക്കും കിട്ടിയേക്കണമെന്ന് ചോദിക്കുകയാണ്. അത് ചിലപ്പോൾ ഫ്ലൂവിൻ്റെ കയ്യിലായിരിക്കും എന്ന് പറഞ്ഞിട്ട് അവരാണെങ്കിൽ ഫ്ലൂവിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് ചെയ്യുന്നത്. ഫ്ലൂവാണ് അവൻ എന്തോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങോട്ട് ചെന്ന് കഴിഞ്ഞ ഉടനെ തന്നെ കാര്യങ്ങളൊക്കെ ചോദിക്കണം, നിൽക്കുന്ന ഒരു ക്ലൂ കിട്ടിയോ അങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിക്കണം. പക്ഷെ അവനാണെങ്കിൽ അതൊന്നും കിട്ടിയിട്ടില്ല എന്നാണ് ആദ്യം പറയണത്. ഇതേ സമയത്താണെങ്കിൽ അവരാണെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞു പോകാൻ നിൽക്കുന്ന സമയത്ത് ഇല്ല എനിക്കൊന്ന് കിട്ടിയിട്ടുണ്ട്, പക്ഷെ അത് ഞാൻ തരണമെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം എന്ന് പറയണം, എനിക്ക് മാത്രമേ ഞാൻ തരത്തുള്ളൂ എന്ന് പറയുകയാണ്. ഇത് കേട്ടതും നമ്മുടെ ലിൻ ഏകദേശം മനസ്സിലായി. ഇവൻ പറയുന്ന രീതിയൊക്കെ വെച്ചിട്ട് ഇവൻ സത്യം പറഞ്ഞിട്ട് തോന്നുന്നില്ല, ഇവന് ക്ലൂ ഒന്നും കിട്ടിയിട്ടില്ല. ഇവനെന്തിനാണ് ഇവരോട് കള്ളം പറഞ്ഞ രീതിയിൽ ലിന്നാണെങ്കിൽ അവനെ തന്നെ നോക്കുവാണ്. ഇതേ സമയത്താണെങ്കിൽ ഫൂ പറയാണ്, എനിക്ക് കിട്ടിയ ക്ലൂ ഞാൻ നിങ്ങൾക്ക് തരാം, പക്ഷേ നിങ്ങൾ എൻ്റെ കൂടെ ഈ ഞായറാഴ്ച കളിക്കാൻ വേണമെന്ന് പറയണം. ഈ സമയത്ത് ആദ്യമാണെങ്കിൽ അവർ അവൻ സമ്മതിക്കില്ലെന്ന് പറയണം. പക്ഷെ ക്ലൂ കിട്ടണമെന്നോ എന്നോർത്ത് ആ പസിലൊന്ന് കംപ്ലീറ്റ് ചെയ്യണമെന്ന് ഓർത്ത് ഓക്കെ വരാമെന്ന് പറയുകയാണ്. അങ്ങനെ എല്ലാവരും കളിക്കാനായിട്ട് ഞായറാഴ്ച വരാനായിട്ട് തീരുമാനിക്കുകയാണ്. ഇവരുടെ ടീമിൽ ഓൾറെഡി 10 മെമ്പേഴ്സ് ഇപ്പോൾ ഉള്ളൂ. 11 ഉള്ളതാണ് ബെൻ എന്ന് പറഞ്ഞാൽ ഓൾറെഡി പറഞ്ഞല്ലോ ട്രാൻസ്ഫർ ചെയ്ത് വന്ന സ്റ്റുഡൻറ്റ്. സോ അവരും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ 11 മെമ്പേഴ്സ് ആവുള്ളൂ. സോ 11 മെമ്പേഴ്സ് ആകുന്നതിന് വേണ്ടി ഇവരുടെ അടുത്ത് വന്ന ഫൂവാണ് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. ഇന്ന പോലെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ ഓൾറെഡി മാറിപ്പോയി, പക്ഷെ നിനക്ക് ഞങ്ങളോട് കളിക്കാൻ വന്നോണ്ട് എന്നൊക്കെ ചോദിക്കുകയാണ് ചെയ്യുന്നത്. ഇതേ സമയത്താണെങ്കിൽ ഇവന് ഓക്കെ ഞാൻ വന്നേക്കാമെന്ന് പറയുകയാണ്. കൃത്യമാണെങ്കിൽ നമ്മൾ ഓൾറെഡി ഒരു കീ ചെയിൻ കണ്ടായിരുന്നല്ലോ ഫ്ലാഷ് ബാക്കിലാണെങ്കിൽ ബെന്ന് ചിന്തിക്കുമ്പോൾ, അതേ കീ ചെയിൻ ആണെങ്കിൽ ഫൂവിൻ്റെ കൈ കാണാനായിട്ട് സാധിക്കും. അതായത് ഈ ഫൂവും വാങ്ങും ശരിക്കും എന്തോ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. ചിലപ്പോൾ കുട്ടിക്കാലത്തെ ഫ്രണ്ട്ഷിപ്പോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. പക്ഷേ ആണെങ്കിൽ ഫൂവിന് വാനിനെ അറിയത്തേ ഇല്ല. ഇപ്പോൾ ഓൾറെഡി വന്നൊരു സ്റ്റുഡൻ്റ് എന്ന രീതിയിൽ തന്നെയാണ് പെരുമാറുന്നത്. അതുകൊണ്ട് തന്നെ ഫൂവിനെ ഒരു പ്രത്യേക രീതിയിലാണ് വാൻ നോക്കുകയും ചെയ്യുന്നത്. തുറന്നു കാണിക്കുന്ന ലിന്നാണെങ്കിൽ തിരിച്ചാണെങ്കിൽ വരികയാണ് ചെയ്യുന്നത്. ഇതേ സമയത്താണെങ്കിൽ ഇവളുടെ ഓൾറെഡി മണ്ടലത്തെ റൂമിലാണല്ലോ അവൻ കഴിയുന്നത്. പക്ഷേ അവൻ്റെ റൂം, അതായത് നമ്മുടെ വാങ്ങിൻ്റെ റൂമിൽ വെട്ടമൊന്നും ഇല്ല, ശരിക്കും ഡാർക്കായിട്ടാണ് ഇരിക്കുന്നത്. ഇയാൾ ലൈറ്റ് ഒന്നും യൂസ് ചെയ്യാത്തതാണോ അതോ ഇയാൾ ഇവിടെ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെയാണ് റൂമിലേക്ക് ചെല്ലുവാണ്. റൂമിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും നല്ല രീതിയിൽ ബാറ്റപ്പ് യൂസ് ചെയ്യുന്നത്, അതായത് അവിടെ വെള്ളം വീഴുന്ന സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റുമ്പോഴത്തേക്കും അപ്പോൾ ഇയാൾ മണ്ടയിലുണ്ടോ? പിന്നെ എന്തിനാണ് വെട്ടം നിലനിരിക്കുന്നത്? ഇയാൾക്ക് എന്തോ ഒരു പ്രത്യേക സ്വഭാവമുള്ള സൈക്കോയിലോടോ ഇങ്ങനെ മനസ്സിലിങ്ങനെ ഓരോ കാര്യങ്ങൾ ചിന്തിച്ചിട്ട് കൃത്യ ഏജൻറ്റെ വിളിച്ച് കാര്യങ്ങൾ ചോദിക്കുകയാണ്. അയാളെപ്പറ്റി എന്തെങ്കിലും കാര്യങ്ങൾ അറിഞ്ഞിട്ടാണ് ഇയാൾ ഇവിടെ കൊണ്ട് താമസിച്ചത് ചോദിക്കുകയാണ്. അതേ സമയത്താണെങ്കിൽ അയാൾ നല്ല കാശുകാരനാണ്. കാശുകാരൻ മാത്രമാണോ? ഇയാൾ രാത്രിയിലൂടെ വെട്ടം പോയിട്ടില്ല, അത് മാത്രമാണോ? ഏത് സമയത്തും അയാൾ ആ ബാത്ടബിൽ തന്നെ ഇരിക്കുക. എനിക്ക് തോന്നുന്നു ഇയാൾ എന്തോ ഒരു സൈക്കോ ആണെന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ ഇങ്ങനെ വശത്ത് പറയുന്നുണ്ട്. ഇങ്ങനെ പറഞ്ഞു ഇവിടെ ബാൽക്കണിയുടെ അവിടെ വരുമ്പോഴത്തേക്കും കൃത്യം നമ്മുടെ വാങ്ങാണ് ഇതെല്ലാം കേട്ടോണ്ട് അവൻ്റെ ബാൽക്കണിയുടെ അവിടെ നിൽക്കുവാണ്. ഇതിന് ശേഷമാണെങ്കിൽ അവൾ ചോദിക്കുകയാണ് നിങ്ങൾ എപ്പോഴാണ് ഇവിടെ വന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും നീ ഫോൺ വിളിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറയാം. ശേഷമാണെങ്കിൽ എൻ്റെ പേര് ഇന്നതാണെന്നും എനിക്ക് 30 വയസ്സുണ്ടെന്നും ഡീറ്റെയിൽ ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ നീ എന്നോട് ചോദിച്ചാൽ മതി, നീ മറ്റാരോടും വിളിച്ച് ചോദിക്കേണ്ട ആവശ്യമെന്നും പറയാണ്. എന്നാൽ ശരിയെന്നും പറഞ്ഞ് ഇവൾ പതുക്കെ പോവാണ്. ഇതിന് ശേഷം അവൾ മനസ്സ് ചിന്തിക്കുവാണ്, ഇത് ദിവസേ കൂടുതൽ കുറേ പസിലുകളും അവരപ്പോൾ ഈ QR കോഡ്, അത് ഇവനെ QR കോഡ് എന്നാണ് വിളിക്കുന്നത്, കാരണം അന്ന് പൈസ വാങ്ങിച്ചായിരുന്നല്ലോ. തുടർന്ന് പിറ്റേ ദിവസമാവണം ഒരു കോമ്പറ്റീഷൻ്റെ ഭാഗമൊക്കെ ആയിട്ടുള്ള ഒരുങ്ങി പോവുകയാണ്. കൃത്യം നമ്മുടെ ബാങ്കിൻ്റെ ഫ്രണ്ടിൽ തന്നെ പെടുന്നുണ്ട്. സോ ബാങ്ക് ആണെങ്കിൽ അവനൊരു കുറച്ച് കേക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വഴി വെച്ച് കണ്ടതാണ്. എനിക്ക് വേണമെന്ന് ചോദിക്കുക സമയത്ത് എനിക്ക് വേണ്ടെന്നും പറഞ്ഞിട്ട് അവളാണെങ്കിൽ പോവുകയാണ് ചെയ്യുന്നത്. ശേഷമാണെങ്കിൽ എല്ലാവരെയും കൂട്ടാനായിട്ട് അവിടെ ചെല്ലുകയാണ്. അപ്പോൾ ബസ്സിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. അതായത് നമ്മുടെ വെൻ ഇതുവരെ വന്നിട്ടില്ല. ഓൾറെഡി ഇന്നലെ വരാമെന്ന് ഫോണിൽ പറഞ്ഞെങ്കിലും അവൻ വന്നിട്ടില്ല. എല്ലാവരും കൂടെ അവന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അവൻ വരുന്നുള്ള കാര്യം ഉറപ്പാണ്. അവനൊരു ചെറ്റി അവൻ പട്ടിക്കത്തുകളെന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിൽ അവൻ വരും, എനിക്ക് പ്രോമിസൊക്കെ ചെയ്തതാണ്. ശേഷം അവൻ മെസ്സേജ് അയക്കുമ്പോഴത്തേക്കും എനിക്ക് വരാൻ പറ്റില്ലെന്ന് തിരിച്ചയക്കുവാണ് എന്ന്. ഇത് കണ്ടത് നമ്മുടെ ഫൂവിന് വളരെ സങ്കടമാകുന്നുണ്ട്. സമയത്ത് നീ വിഷമിക്കേണ്ട,
ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, 10 പേരെ കൊണ്ട് നമുക്ക് കളിക്കാൻ പോകാൻ പറ്റത്തില്ല, അവിടെ കൂടെ ക്യാൻസൽ ചെയ്യാൻ നല്ലതെന്നൊക്കെ പറയുകയാണ്. എന്തായാലും ഈ കളി തോറ്റു പോകും, പിന്നെ അവിടം വരെ പോയിട്ട് എന്താ നാണം കിട്ടണമെന്നിങ്ങനെ പലരും ഇങ്ങനെ പല കമൻറ്റുകൾ പറയുമ്പോഴത്തേക്കും നമ്മുടെ ലിന്നി നിൽക്കുകയാണ്, നിങ്ങൾ ഇപ്പോഴേ തീരുമാനിച്ചോ തോറ്റു എന്നുള്ള കാര്യം, എന്തെങ്കിലും ആയിക്കോട്ടെ പോകുക വരുവോ, നമുക്ക് ആദ്യം ഹെഡിനോട് കാര്യങ്ങൾ ചോദിക്കാമെന്ന് പറയുകയാണ്. ഈ സമയത്ത് ഹെഡ് വരുവാണ്, നിങ്ങൾ ഇതുവരെ പോയിട്ടില്ലേ, എത്ര മണിക്കാണ് കളി എന്നുള്ള കാര്യം അറിയാമെന്നല്ലേ, പെട്ടെന്ന് തന്നെ പോകാൻ പറയുകയാണ്. ഈ സമയത്താണെങ്കിൽ 10 പേരേ ഉള്ളൂ, 11ാമതായിട്ട് ഒരാളും കൂടെ ആവശ്യമുണ്ട്. സോ ഇവർ പറയുന്നത് കളിക്കാൻ പോകേണ്ടതാണ്, എന്നാൽ ശരി നമുക്കും കളിക്കാൻ പോകേണ്ടെന്ന് പറയുകയാണ്. ശേഷം പുള്ളിക്കാരൻ പറയാണ്, ഒറ്റയാളുടെ കുറവിലാണോ നിങ്ങളിങ്ങനെ മടിയന്മാരെ പോലെ ഇവിടെ ഇരിക്കുന്നത്, അതിൻ്റെ ആവശ്യം എന്താണ്, ഒരാളെ ഞാൻ എന്തായാലും വിട്ടേക്കാം, എല്ലാവരും പെട്ടെന്ന് കയറി പോകാൻ പറയുകയാണ്. അങ്ങനെ ശേഷം അയാളാണെങ്കിൽ കുറേ സ്നാക്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, നന്നായിട്ട് കളിക്കണം, നിങ്ങളെല്ലാവരും ഇവിടെ ചാമ്പ്യൻസ് ആയിട്ട് തിരിച്ചു വന്നൊക്കെ ഭയങ്കര പ്രോത്സാഹനമൊക്കെ കൊടുക്കുകയാണ്. അപ്പോഴത്തേക്കും ഇയാൾക്ക് എന്തെങ്കിലും കുഴപ്പം സംഭവിച്ചു, ഇപ്പം ഇത് പെട്ടെന്ന് പ്രോത്സാഹിപ്പിക്കുന്നത്, പണ്ട് നമ്മൾ ഡിസ്ബാൻഡ് ചെയ്യാനായിട്ട് എല്ലാവരും കൂടെ വന്നതാണല്ലോ, പിന്നെ എന്ത് പെട്ടെന്ന് ഇയാളിങ്ങനെ പ്രോത്സാഹിപ്പിക്കണമെങ്കിൽ ഇവരിങ്ങനെ മനസ്സ് ചിന്തിക്കുകയാണ്. ശേഷമാണെങ്കിൽ എല്ലാവരും അവിടെ ചെല്ലുകയാണ് ചെയ്യുന്നത്. ഇവരുടെ ബസ് അത്ര വലിയ ഫേമസ് ബസ്സൊന്നുമല്ല, പക്ഷേ അവരുടെ എതിരാളികൾ വരുന്ന ബസ്സൊക്കെ കാണുമ്പോഴും പിന്നെ കുറേ അവർക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും മിസ്സേ നമുക്ക് എന്താ കൊണ്ടുവന്നേക്കണം എന്ന് ചോദിക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ വെള്ളം ഓർഡർ ചെയ്തിട്ടുണ്ട്, കളിക്കാനിടയ്ക്ക് കിട്ടുന്ന പറയണം. ഓ അതാണോ ഞങ്ങൾക്ക് വേണ്ടി ഓർഡർ ചെയ്തതെന്ന് അവർ ചോദിക്കുവാണ്. ശേഷമാണെങ്കിൽ ആ കളി അങ്ങനെ തുടങ്ങുവാണ്. അപ്പോൾ കൃത്യം ഹീറോനെ കളിയുടെ റൂൾസ് മാത്രം അറിയത്തില്ലെങ്കിലും അത്യാവശ്യം അവളതിന് ഫോക്കസ് ചെയ്തിരിപ്പുണ്ട്. അങ്ങനെ കളി സ്റ്റാർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. പരമാവധി നല്ലവണ്ണം കളിക്കാനൊക്കെ ആദ്യമേ അവർ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആൾക്കാർ ജസ്റ്റ് 1 മിനിറ്റിനുള്ളിൽ തന്നെ ഗോൾ അടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവുന്നുണ്ട്. ഇവരിങ്ങനെ കണ്ടിന്യൂസ്ലി ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്ത് കളിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, പക്ഷേ അവരെ കൊണ്ട് പറ്റുന്നില്ല. അതായത് കുറേ കാലം ട്രെയിനിങ് ഇല്ല, ഏകദേശം 2 വർഷത്തോളം ട്രെയിനിങ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവർക്ക് അത്ര സ്ട്രെങ്ത് ഇല്ല. മറ്റൊരു അത്യാവശ്യം നല്ല സ്ട്രെങ്ത് ഉണ്ട്, ഇവർക്ക് ഓടാനുള്ള സ്ട്രെങ്ത് ഇല്ല, അവരുടെ ഒപ്പം പിടിച്ച് നിൽക്കാനായിട്ട് പറ്റുന്നില്ല. ഭയങ്കരമായിട്ട് ഒരു ബുദ്ധിമുട്ടുമാണ്. ഇതിനിടയിലാണെങ്കിൽ അവളൊരു ക്യാപ്പ് ഇട്ടിരിക്കുന്ന ഒരാളെ കാണുവാണ്. ശേഷം അവൾ സൂക്ഷിച്ച് നോക്കുമ്പോൾ അത് മറ്റാരുള്ള നമ്മുടെ വാങ്ങാണ്. ഇയാളെന്താണ് ഇവിടെ ചെയ്യുന്നതൊക്കെ ഇങ്ങനെ മനസ്സ് ചിന്തിക്കുകയാണ്. ശേഷം അവൾ കളിയിലേക്ക് ഫോക്കസ് ചെയ്യുന്നുണ്ട്, പക്ഷേ സ്റ്റിൽ ഇവർക്ക് നല്ലവണ്ണം കളിക്കാനായിട്ടൊന്നും പറ്റുന്നില്ല. ഭയങ്കരമായിട്ട് ഇവരുടെ സ്റ്റാമിന കുറഞ്ഞു നിൽക്കുന്ന കാര്യമൊക്കെ അവൾക്ക് മനസ്സിലാവുകയാണ്. ഇവനെന്താ നോട്ട് ചെയ്യുന്ന കാര്യം അവൾ ശ്രദ്ധിക്കുകയാണ്. ശേഷം അവൻ്റെ അടുത്തേക്ക് ചെല്ലുവാണ്. നിങ്ങൾക്ക് ഈ കളികളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമൊന്നുമില്ല, നിങ്ങൾക്ക് ഫുട്ബോൾ ഇഷ്ടമാണെന്ന് ചോദിക്കുകയാണ്. അതെ എനിക്ക് ഫുട്ബോൾ ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ കളി കാണാൻ തന്നെ വന്നതെന്ന് ഇങ്ങനെ പറയുകയാണ്. ഇതേ സമയത്താണെങ്കിൽ ഇവർക്കെതിരെ, അതായത് ഇവരുടെ ടീമിനെതിരെ ഒരു പെനാൽറ്റി കൊടുക്കുകയാണ്, അതായത് മറ്റേ ടീമിന് പെനാൽറ്റി കൊടുക്കുകയാണ്. അവരത് അടിക്കുകയും കൃത്യം അതും അവർ ഗോളായി. ശേഷം 2 ഗോളിന് ഇവരുടെ എതിർ ടീം മുന്നിൽ നിൽക്കേണ്ട അവസ്ഥ വരികയാണ് ചെയ്യുന്നത്. ഇത് കണ്ടതും നമ്മുടെ വാങ് പറയാണ്, ഞാനായിരുന്നെങ്കിൽ ആ പെനാൽറ്റി അവർക്ക് കൊടുക്കത്തില്ല, അവർക്ക് പെനാൽറ്റിക്ക് അത്ര അർഹതയൊന്നും ഇല്ലെന്ന് പറയുകയാണ്. അതേ സമയത്ത് അപ്പോൾ അവർക്ക് അർഹത ഇല്ലാതെയാണ് പെനാൽറ്റി കിട്ടിയത്, ഇതിനെതിരെ ഇപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ്. പക്ഷേ ഫുട്ബോളിൻ്റെ അന്തിമ തീരുമാനം റെഫറി എന്ത് പറയുന്നു അതാണ്, അത് നമുക്ക് കേട്ടേ പറ്റുള്ളൂ എന്ന് പറയും. ഇവരുടെ കളിക്കുന്നവരുടെ കുട്ടികളെല്ലാം കൂടെ പെനാൽറ്റി കൊടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഒച്ച വെക്കുന്നുണ്ട്. പക്ഷേ ലിന്നിന് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ നിൽക്കുവാണ്. ഇവിടെ ഇങ്ങനെ ഭയങ്കര സങ്കടപ്പെട്ടൊക്കെ നിൽക്കുന്ന അവസ്ഥയിൽ കൃത്യമാണെങ്കിൽ ഹാഫ് ഇങ്ങനെ വിളിക്കുവാണ്. അപ്പോൾ ഹാഫ് കളി കഴിഞ്ഞു. ഈ സമയത്ത് നമ്മുടെ ലിനിൻ്റെ അടുത്തേക്ക് വാങ് ചെന്ന് പറയുകയാണ്, നിനക്ക് ഈ കളി ജയിക്കണം എന്ന് അത്ര ആഗ്രഹമുണ്ടെന്ന് ചോദിക്കുകയാണ്. അതേ സമയത്താണെങ്കിൽ ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് ഇവരെ ഞാൻ ജയിപ്പിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യാം, പക്ഷെ നീ ഒരു കാര്യം ചെയ്താൽ മതി എന്ന് പറയുകയാണ്. എന്ത് കാര്യമെന്ന് അവൾ ചോദിക്കുകയാണ്. ഇവനാണെങ്കിൽ വീണ്ടും ഒരു QR എടുത്ത് നീട്ടുവാണ്, അവളും കൊടുക്കാമെന്ന് സമ്മതിക്കുവാണ്. സോ ഇവിടെ വെച്ചാണ് നമ്മുടെ സെക്കൻഡ് എപ്പിസോഡ് എൻഡ് ആകുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ പറയാൻ നമ്മുടെ കുട്ടികൾ ജയിക്കുമോ ഇല്ല എന്നുള്ള കാര്യമൊക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതോടൊപ്പം നിങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം നിരത്തുള്ള ബെല്ലൈക്കനും കൂടി അമർത്തിക്കൊള്ളുക. കാരണം ഞാൻ ആദ്യമേ വീഡിയോസ് ഇടുമ്പോൾ ഒരിക്കലും അൺലിസ്റ്റ് ചെയ്യില്ല, കാരണം ഒരു 5 മണിക്കൂർ കഴിഞ്ഞ് പബ്ലിക് ഇട്ടതിന് ശേഷം മാത്രമേ അൺലിസ്റ്റ് ചെയ്യുള്ളൂ. പക്ഷേ പബ്ലിക് കിട്ടുമ്പോൾ ആ നോട്ടിഫിക്കേഷൻസ് കിട്ടണമെങ്കിൽ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.